വിശപ്പിന്റെ കാട്ടുവഴികൾ പിന്നിട്ട് കാർത്തുമ്പി. മൻ കി ബാത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ്. മുത്തുക്കുടകളിലെ തൊങ്ങൽ ചന്തവും നിറം മാറി തീർക്കുന്ന കുടമാറ്റ വേദികളുമൊക്കെ ഓർത്തിട്ടാവണം കേരള സംസ്കാരത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി കുടയെക്കുറിച്ച് സംസാരിച്ചത്. ചെറിയൊരു ആമുഖത്തിന് ശേഷം കേരളത്തിലെ ഒരു ആദിവാസി ഊരിലെ ദാരിദ്ര്യച്ചൂടിൽ മുളപൊട്ടിയ ഒരു സംരംഭത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി സ്വയം മാറിയപ്പോൾ പതുക്കെയെങ്കിലും വളർന്നുകൊണ്ടിരുന്ന ഒരു കേരള സംരംഭത്തിനുള്ള വലിയ പരസ്യവും അംഗീകാരവുമായി മാറി മൻ കി ബാത്ത്. ഒരു സംരംഭത്തെ വേരുപിടിപ്പിക്കുന്നതിലെ വെല്ലുവിളികളും വേദനകളും ഒക്കെ അറിയുന്ന എല്ലാ ക്രിയേറ്റീവ് മനസ്സുകളുടെയും പേരിൽ പ്രധാനമന്ത്രിക്ക് നിറഞ്ഞൊരു കൂപ്പുകൈ. സ്വാഗതം ന്യൂസ് ബാൻഡിന്റെ പുതിയ ലക്കത്തിലേക്ക്. ഇവിടെ ന്യൂസ് ബാൻഡ് വീണ്ടും വായിക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ വാർത്തയായ പ്രഭാഷണമോ വിലയേറിയ ആ മിനിറ്റുകളിൽ ഏതാനും ചിലത് സ്വന്തമാക്കിയ വ്യത്യസ്തമായ സംരംഭത്തിന്റെ കഥയാണോ? രണ്ടാമത്തേതാണ് വീണ്ടും വീണ്ടും വായിക്കേണ്ട കഥ എന്ന് ഞങ്ങൾ കരുതുന്നു. പ്രധാനമന്ത്രിയുടെ ചുരുങ്ങിയ വാക്കുകൾക്കൊപ്പം അഭിമാനവും ആവേശവും പകരുന്ന ആ കഥയുടെ കുടമാറ്റം തന്നെയാണ് മാധ്യമങ്ങളിൽ അരങ്ങേറിയതും. അപൂർവമായി പ്രത്യക്ഷപ്പെടുന്ന ഇത്തരം വാർത്തകളാണ് നമ്മുടെ ഓരോ പ്രഭാതത്തിലും കാത്തിരിപ്പിന്റെ ചന്തം നിറയ്ക്കുന്നത്. ഇടയിൽ ആരൊക്കെയോ വ്യാഖ്യാനിക്കുന്നത് കേട്ടു. ആർക്കും വേണ്ടാതെ കിടന്ന, ആരും അറിയാതെ കിടന്ന ഒരു സംരംഭത്തിന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ തണലായിരിക്കുന്നു എന്നൊക്കെ. ഇത് ശരിയല്ല. ഇപ്പോൾ തന്നെ വിജയപാതയിൽ തുടർന്നുകൊണ്ടിരുന്ന ഒരു യാത്രയിൽ ഇത്തിരി നേരം സഹയാത്രികനാവുക മാത്രമാണ് പ്രധാനമന്ത്രി ചെയ്തത് എന്ന് കരുതാനാണ് ഞങ്ങൾക്കിഷ്ടം. അതെ, തമ്പ് എന്ന NGO പാലക്കാടൻ ഊരുകളിൽ ഇടയ്ക്കിടെ എത്തുന്ന പട്ടിണിയോട് പോരാടാൻ ഊരുകളിലെ സ്ത്രീകളെ സജ്ജമാക്കാൻ അവതരിപ്പിച്ച കാർത്തുമ്പി എന്ന കുടനിർമ്മാണ സംരംഭം വിജയം പൊരുതി നേടേണ്ടതാണെന്ന ലളിതമായ സത്യത്തിന്റെ ആവിഷ്കാരമായി മാറിയ ആ കഥ ഇങ്ങനെ. അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിലെ 70 സഹോദരിമാരുടെ കരവിരുത് മൂലധനമാക്കിക്കൊണ്ട് 8 വർഷം മുമ്പ് ആരംഭിച്ച ഈ സംരംഭത്തിന്റെ മഹാമാരി കാലത്തിലൂടെയുള്ള യാത്ര സ്വാഭാവികമായും സുഖകരമായിരുന്നില്ല. ഇവിടെയാണ് വിപണനത്തിന്റെ അനുകരണീയമായ ചില വേറിട്ട തന്ത്രങ്ങൾ കാർത്തുമ്പിയുടെ തുണയ്ക്കെത്തിയത്. തമ്പ് എന്ന കാടിന്റെ മണമുള്ള സംഘടനയോട് കൈകോർക്കാൻ കൊച്ചി നഗരഹൃദയത്തിൽ നിന്ന് പ്രോഗ്രസീവ് ടെക്കീസ് എന്ന മറ്റൊരു സംഘടന എത്തിയത് വ്യത്യസ്തമായ ഒരു സ്ട്രാറ്റജിയായി. നമുക്കറിയാം, ഇന്നൊരു സംരംഭത്തിനോ ആശയത്തിനോ ജനമനസ്സുകളെ തൊടണമെങ്കിൽ സോഷ്യൽ മീഡിയ സൈറ്റുകളിലും സാധ്യമായ എല്ലാ ഓൺലൈൻ ഇടങ്ങളിലും ഇറങ്ങി നടക്കാതെ കഴിയില്ല. ഈ ഒരു ദൗത്യം അട്ടപ്പാടിയിലെ ഊരുകളിൽ നിന്ന് നിർവഹിക്കുന്നതിലെ വെല്ലുവിളികളാണ് ടെക്കുകളുടെ വേറിട്ട കൂട്ടം ലളിതമായി പരിഹരിച്ചത്. അങ്ങനെയാണ് ഒരു പക്ഷേ കമ്പ്യൂട്ടർ കാണുക കൂടി ചെയ്തിട്ടില്ലാത്തവർ നിർമ്മിച്ച ഉൽപ്പന്നം കൊമേഴ്സ് സൈറ്റുകളിലെ സെൻസേഷനായത്. ഓരോ മൺസൂൺ കാലത്തും കുടവിപണിയിലെ കോടികൾ പെയ്തിറങ്ങുന്ന പരസ്യ വിപണിയിൽ എത്തി നോക്കാതെ തന്നെ കൊച്ചിയിലെ ഇൻഫോ പാർക്കും ടെക്നോ പാർക്കും ഒക്കെ കാർത്തുമ്പിയുടെ ക്ലയൻസായി. തുടക്കത്തിൽ പണം കടം കൊടുത്ത് സഹായിച്ച ഗൾഫ് മലയാളികളും കാർത്തുമ്പിയുടെ ക്ലയന്റ് ലിസ്റ്റിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കൂടുതൽ IT സ്ഥാപനങ്ങളെയും വിദേശ രാജ്യങ്ങളെയും ലക്ഷ്യമിടുന്ന ഈ സംരംഭം ശരിക്കും മൾട്ടിനാഷണൽ സ്വപ്നങ്ങളിലേക്കാണ് വളരുന്നത്. അടിസ്ഥാനപരമായി പട്ടിണിക്കെതിരെ ആരംഭിച്ച ഒരു സംരംഭത്തിന് മൾട്ടിനാഷണൽ ആകാനൊക്കെ കഴിയുമോ? പലരുടെയും സംശയമാണ്. ഇവരോടും ആശയങ്ങളുടെ കരുത്തും അനിവാര്യ വിജയചിന്തകളുടെ നീറ്റലുമൊന്നും കൈമുതലായില്ലാതെ ജീവിതം ആഘോഷിക്കാൻ വേണ്ടി സംരംഭം തുടങ്ങി പരാജയം ചോദിച്ചു വാങ്ങുന്ന ശരാശരി മലയാളി സംരംഭകരുടെ പടയോടും പട്ടിണി അടിത്തറയാക്കിയ സംരംഭം പറയുന്ന മറുപടി എന്താണ്? ജീവനു വേണ്ടിയുള്ള ഓട്ടത്തിന്റെ കരുത്തും വേഗവും മറ്റൊരോട്ടത്തിനും ഉണ്ടാവില്ല എന്നല്ലാതെ മറ്റെന്ത്? ഹൃദയം തൊടുന്ന മറ്റൊരു വാർത്തയുടെ പുനർവായനയുമായി വീണ്ടും വരാം. ഇറ്റ്സ് മീ അനുപ്രിയ.